മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, പുകവലിക്കാത്ത, കഞ്ചാവടിക്കാത്ത, ഫെത്തഡിൻ ഉപയോഗിക്കാത്ത, ഹശീഷ് ഉപയോഗിക്കാത്ത, മാരിജുവാന ഉപയോഗിക്കാത്ത, MDMA ഉപയോഗിക്കാത്ത ഒരു വലിയ യൗവനമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ പീരങ്കിക്ക് മുമ്പിൽ തല ഉയർത്തിക്കൊടുത്തിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ KM മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ വാഗൻ ട്രാജഡിയിൽ ട്രെയിനിന്റെ ബോഗിയിലേക്ക് കുത്തി നിറക്കുമ്പോ ഒരു നേരിയ ഹോളിലൂടെ, ഒരു നേരിയ ദ്വാരത്തിലൂടെ മൂക്കമർത്തി പിടിച്ച് രക്ഷപ്പെട്ട ഈ മൊയ്ദ് മൗലവിയുടെ ചരിത്രം വായിക്കുന്നിടത്ത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വിപ്ലവം ഉണ്ടാക്കിയ യൗവനത്തെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോകുന്നു. അന്ന് തെണ്ടി നടന്ന് കുടുംബത്തെ പൊട്ടിയ നാം ഇന്ന് തോണ്ടി നടന്ന് ജീവിതം പോക്കുന്നതിനിടയിൽ ഓർത്തിട്ടില്ല ഇന്നലകളുടെ ചരിത്രം. ഇന്നലകളുടെ ചരിത്രം വായിക്കാത്തവന് ഇന്നിന്റെ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല. ഇന്ന് ചരിത്രം സൃഷ്ടിക്കാത്തവന് നാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഓർക്കാൻ അവകാശമില്ല. നാളെയുടെ തലമുറ നിങ്ങളെ ഓർക്കണമോ, ലോകം നിങ്ങളെ ഓർക്കണമോ, ഒറ്റ വഴിയേ അതിലുള്ളൂ, ചരിത്രം സൃഷ്ടിക്കുന്നതാവുക. ഒരിക്കലും ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ യൗവനമാണ് ചരിത്രത്തെ സൃഷ്ടിച്ചത്. 130 കോടി യൗവനം ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകത്തെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം, ധാർമ്മികതയിലും കൊണ്ടുപോകാം, ഭദ്രമായ കുടുംബ സംവിധാനത്തിൽ കൊണ്ടുപോകാം.